ഇന്ന് ഞാൻ നിങ്ങൾക്ക് 500 രൂപയിൽ താഴെ മാത്രം ചിലവിൽ ആലുവയിൽ നിന്ന് പോയി വരാവുന്ന ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്തി തരാം. ശരിക്കും 500 പോലും തികച്ച് വേണ്ട എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത. ഹേ ഗായ്സ്, ഫയാദാണ്. ബാക്ക് പാക്കിംഗ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ്. ആലുവയിൽ നിന്ന് അടുത്ത് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് അതിരപ്പള്ളി. അതിരപ്പള്ളിയിൽ ഞാൻ ലാസ്റ്റായി പോയത് 3 വർഷം മുമ്പാണ്. സോ ഇന്ന് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. വീഡിയോയുടെ അവസാനം എൻ്റെ എല്ലാ എക്സ്പെൻസും ഡീറ്റെയിലായി ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആലുവ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത്. ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്കാണ് നമുക്ക് ആദ്യം പോകാനുള്ളത്. അങ്കമാലിയിലേക്കുള്ള ബസ് സ്റ്റാൻഡിൽ കിടപ്പുണ്ടായിരുന്നു. 21 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി. രാവിലെ തന്നെ ആയതുകൊണ്ട് ബസ്സിലൊന്നും കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ട്രാവൽ ചെയ്യുന്ന ദിവസം തേഴ്സ്ഡേ ആണ്. അവിടെ നിന്ന് നേരെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് ചാലക്കുടി ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നാണ് അതിരപ്പള്ളിക്ക് പോകാനുള്ള ബസ്സുള്ളതെന്നാണ് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. 10 മിനിറ്റ് നിന്നപ്പോഴേക്കും ചാലക്കുടിയിലേക്കുള്ള ബസ് വന്നു. അതിൽ ചാടിക്കയറി നേരെ ചാലക്കുടിയിലേക്ക്. ഇപ്പോൾ ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. ഇവിടെ നിന്നും 21 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വന്നത്. ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഏകദേശം ഒരു 8:30 ബസ് എത്തി. വളരെ ക്ലീനായ ചെറിയ നല്ല ഭംഗിയുള്ള ഒരു ബസ് സ്റ്റാൻഡ്. അതിനെ കൊടിയും പോസ്റ്ററും കൊണ്ട് നിറച്ചിട്ടുണ്ട്. ടൗണിൽ നിന്ന് കുറച്ച് മാറി വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. നമുക്ക് പോകേണ്ട ബസ് എടുക്കുന്നത് 9:10-നാണ്. അതുകൊണ്ട് എനിക്കൊരു 3/4 മണിക്കൂറോളം ടൈമുണ്ട്. അതിരപ്പള്ളി പോകുന്നവരെല്ലാം കയ്യിൽ ക്യാഷായിട്ട് കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. മിക്ക നെറ്റ്വർക്കിനും അവിടെ റേഞ്ച് കുറവായതുകൊണ്ട് തന്നെ GPay വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാഷ് ATM-ൽ നിന്നെടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് സ്റ്റാൻഡിലെത്തിയപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് കൃത്യം 9:10-ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. പ്രൈവറ്റ് സ്റ്റാൻഡിൽ ബസ് 5 മിനിറ്റ് കൂടി നിർത്തിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കയറാൻ സാധിക്കും. ഈ റൂട്ടിലൂടെ പോകുന്ന വഴിയെല്ലാം കാടും അതിലൂടെ പോകുന്ന മനോഹരമായ റോഡും പനകളും കൊച്ചു കൊച്ചു അരുവികളെല്ലാം കാണാനാകും. പലയിടത്തും റോഡ് സൈഡിലായി ഒരു റെഡ് നിറത്തിലുള്ള പൂവുകൾ കൊഴിഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടു. ഫോട്ടോസിലൂടെ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു റൂട്ടിൽ പലയിടങ്ങളിലും അതങ്ങനെ വീണ്ടും മനോഹരമായി കിടക്കുന്നുണ്ടായി. പോകുന്ന വഴി വാട്ടർ തീം പാർക്കായ ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോൺ കാണാൻ കഴിയും. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, വഴിയിൽ പലയിടങ്ങളിലായി വാട്ടർ കിയോസ്ക്, വാട്ടർ ATM എന്നിങ്ങനെ ചെറിയ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു ആശയമായി എനിക്ക് തോന്നി. ഈ റൂട്ടിൽ ആകെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിട്ടാണ് കടകൾ വരുന്നത്. പിന്നെ രാത്രി ടൈമിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണിതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ലോങ് സ്ട്രെച്ച് റൂട്ടിൽ നമ്മളൊരു ATM-ൽ നിന്ന് പണം എടുക്കുന്ന പോലെ ക്യാഷ് ഇട്ട് കുപ്പിയിലോ ക്യാനിലോ നിങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം എടുക്കാവുന്നതാണ്. ധാരാളം വളവും തിരിവും നിറഞ്ഞ റൂട്ടാണിത്. മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നല്ല പച്ചപ്പായി നിൽക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായി കാട്ടാനയെയും വന്യമൃഗങ്ങളെയും സൂക്ഷിക്കുക എന്നുള്ള സൈൻ ബോർഡ്സ് കാണാം. പരമാവധി വേഗത 30 കിലോമീറ്ററാണ് ഈ റോഡിനുള്ളത്. മഴക്കാലമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കെയർഫുള്ളായിട്ട് വരിക. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെ പോകുന്ന വഴി കാണാൻ സാധിക്കും. 2 വഴിയിലൂടെ നമുക്ക് അതിരപ്പള്ളിയിൽ എത്താൻ കഴിയും. ഒന്ന് ചാലക്കുടി ടൗൺ വഴിയും 2 കാലടി പ്ലാന്റേഷൻ വഴിയും. അങ്ങനെ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാളിനടുത്തെത്തി. ഇതാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ വന്ന ബസ് ഇവിടെ തന്നെ ഇട്ട് തിരിച്ച് ഒരു 15 മിനിറ്റ് അവിടെ കിടന്നിട്ടാണ് ചാലക്കുടിയിലേക്ക് പോകുന്നത്. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ബസ്സുണ്ട്. പ്രൈവറ്റും KSRTC-യും മാറി മാറി ഉണ്ടാകും. അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ ചായയും സ്നാക്സും വാങ്ങിച്ച് നേരെ ടിക്കറ്റ് എടുക്കാനായി കൗണ്ടറിലേക്ക് ചെന്നു. 60 രൂപയാണ് പെർ പേഴ്സൺ ഇവർ ചാർജ് ചെയ്യുന്ന നിരക്ക്. പ്രൊഫഷണൽ ക്യാമറ, വീഡിയോഗ്രാഫി ക്യാമറ അഡീഷണൽ ചാർജസ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത അകത്തേക്ക് കയറി ഞാൻ ആദ്യമേ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെ വീൽ ചെയർ ആക്സസിബിൾ ആക്കി എന്നുള്ളതാണ്. ഇനി വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്കും സുഖമായി ഇവിടെ സന്ദർശിക്കാൻ കഴിയും. ഇവിടെ ഒറ്റൊരു കുരുങ്ങിനെ പോലും കണ്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഈ വഴിയുടെ കൈവരികളിലെല്ലാം കുരങ്ങന്മാരായിരുന്നു. വരുന്ന വഴിയിൽ 1-2 കണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല. ഞാനിവിടെ എത്തുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കായി വരുന്നേ ഉള്ളൂ. ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ ടൈമാണത്. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഇരിപ്പിടങ്ങൾ ബാമ്പ് കൊണ്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നടക്കുമ്പോൾ ചെറിയൊരു ഷോപ്പ് കാണാം. ഇവിടുത്തെ ചേച്ചിമാർ നടത്തുന്ന ഒരു ചെറിയ ഷോപ്പാണ്. സ്നാക്സ്, വെള്ളം വേണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങാം. നാരങ്ങ വെള്ളം 20 എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കാണാം. വീണ്ടും മുമ്പിലേക്ക് പോകുമ്പോൾ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലുള്ള ചെറിയ ടീ ഷോപ്സ് കാണാൻ കഴിയും. അതും പിന്നിട്ട് നേരെ താഴേക്ക് വരുമ്പോഴാണ് വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്തെത്തുന്നത്.
മലയിടുക്കുകളിൽ നിന്നെല്ലാം വെള്ളം ഒഴുകി എത്തിച്ചേരുന്ന ഒരു സ്ഥലം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുളിക്കാൻ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പലയിടത്തും പാറകൾക്കിടയിൽ വലിയ കുഴികളുണ്ട്, ആഴം കൂടിയ സ്ഥലങ്ങളുമുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ മേളിൽ വരുമ്പോൾ ഇവിടുന്ന് സൈഡിലൂടെ താഴേക്കൊരു വഴിയുണ്ട്. അതുവഴി പോകുമ്പോഴാണ് വാട്ടർഫാളിൻ്റെ അടുത്തായി നമുക്ക് ചെല്ലാൻ പറ്റുന്നത്. താഴേക്ക് പോകുന്നവരൊക്കെ ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം കുത്തനെയുള്ള ഇറക്കമാണ്. ഇത് തിരിച്ചു കയറുന്നത് തന്നെ നല്ലൊരു ടാസ്ക്കാണ്. എൻ്റെ കയ്യിൽ ഒരു കുപ്പി ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് എനിക്ക് വരാൻ പറ്റി. ഇതൊന്നും ഇല്ലാണ്ട് പോകുന്നവരെല്ലാം തന്നെ ടയർഡായി തിരിച്ച് പലയിടങ്ങളിലായി ഇരുന്ന് പയ്യെ പയ്യാണ് മുകളിലേക്ക് എത്തുന്നത്. താഴെ എത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇവിടുന്ന് കിട്ടുന്ന ആ വ്യൂ അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് അതിമനോഹരമാണ് ഈ കാഴ്ച. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് ആ പാറകളുടെ മുകളിൽ നിന്നാൽ നല്ല വ്യൂ കിട്ടും. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ പ്ലേസാണ്. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. മൺസൂണിലൊക്കെ വന്നാൽ ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലാകും വെള്ളത്തിൻ്റെ ഫ്ലോ. നമ്മൾ റെയിൻകോട്ട് ഇടേണ്ടി വരും. ഈ ട്രിപ്പിൻ്റെ ആകെ എനിക്ക് ചിലവായതിൻ്റെ ഒരു ബ്രേക്കപ്പ് സ്ക്രീന് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വളരെ ബഡ്ജറ്റായി ട്രിപ്പ് പോകേണ്ടവർക്ക് തീർച്ചയായും പറ്റിയ പ്ലേസാണ് അതിരപ്പള്ളി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.